ലോകം വീണ്ടും ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ എങ്ങും ഉയർന്നു വരികയാണ്. റഷ്യയിൽ അതിശക്തമായ ആക്രമണമാണ് ഉക്രൈൻ നടത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് യുദ്ധവിമാനങ്ങളാണ് ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ഉക്രൈൻ തകർത്തിരിക്കുന്നത്. എങ്ങനെയാണ് റഷ്യയുടെ S-300, 400, 500 തുടങ്ങിയ ഡിഫൻസ് സിസ്റ്റങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഉക്രൈന് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ 1.5 വർഷമായി ഉക്രൈൻ ഇതിനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായും ഉക്രൈൻ എന്ന് പറയുമ്പോൾ യൂറോപ്പ് തന്നെയാണ് അതിന് പിന്നിലുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ ആക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നത് റഷ്യയുടെ ആണവ ആക്രമണം നടത്താനുള്ള കഴിവിന്റെ 30% എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അതായത് ദൂരങ്ങളിൽ ആണവായുധങ്ങളെ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ള സ്ട്രാറ്റജിക് ബോംബറുകളാണ് ഇപ്പോൾ ഉക്രൈൻ തകർത്തിരിക്കുന്നത്. റഷ്യയുടെ വളരെ പരിമിതമായ ഈ യുദ്ധവിമാനങ്ങൾ വളരെ കൃത്യതയോടുകൂടെയാണ് ഇപ്പോൾ ഉക്രൈൻ ആക്രമിച്ചിരിക്കുന്നത്. അതും ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച്. ഇതിനെ തകർക്കാൻ റഷ്യക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. എന്നാൽ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. ഇതാണ് റഷ്യയുടെ സ്ട്രാറ്റജിക് യുദ്ധവിമാനങ്ങൾ. ഈ വീഡിയോ തന്നെ യഥാർത്ഥത്തിൽ ഉക്രൈനിന്റെ ഡ്രോണുകളാണ് പകർത്തിയിരിക്കുന്നത്. ഉക്രൈനാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഓരോ യുദ്ധവിമാനങ്ങളും തകർത്ത് മറ്റൊന്നിലേക്ക് നീങ്ങുന്നതിന്റെ വീഡിയോ അടക്കം ഈ ഡ്രോണുകൾ പകർത്തിയിരിക്കുന്നു എന്നത് ഇത് എത്രമാത്രം ആസൂത്രിതമായിരുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ എങ്ങനെയാണ് ഈ ഒരു ആക്രമണം ഉക്രൈൻ നടത്തിയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഉക്രൈനിൽ നിന്നുള്ള ആക്രമണമല്ല ഉണ്ടായിരിക്കുന്നത്. റഷ്യയുടെ ഈ യുദ്ധവിമാനങ്ങൾ നിലനിൽക്കുന്ന ഭാഗത്തിന്റെ തൊട്ടടുത്തു നിന്ന് തന്നെയാണ് ഈ ഡ്രോണുകൾ ഉയർന്നിരിക്കുന്നത്. അതായത് റഷ്യക്കുള്ളിൽ വെച്ച് തന്നെ ആക്രമിക്കാൻ ഏകദേശം 117 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഉക്രൈൻ തയ്യാറാക്കിയിരുന്നത്. കണ്ടെയ്നറുകളിൽ നിന്നാണ് ഈ ഡ്രോണുകൾ ഉയരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഹൈവേ റോഡുണ്ട്. ഈ റോഡിനോട് തൊട്ടടുത്ത് നിർത്തിയിരിക്കുന്ന കണ്ടെയ്നർ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് നിന്നാണ് ഈ ഡ്രോണുകൾ പറന്നുയർന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ട്രക്കിന്റെ ഡ്രൈവർമാരിൽ ചിലരെ ഇപ്പോൾ റഷ്യ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്ന കാര്യം പോലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയുള്ള ഈ കണ്ടെയ്നർ, ഇതിൽ നിന്നാണ് ഈ ഡ്രോണുകൾ പറന്നുയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റഷ്യയുടെ ഉള്ളിൽ നിന്ന് തന്നെ പറന്നുയർന്ന ഈ ഒരു ഡ്രോണിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോൾ AI സംവിധാനിച്ചിരിക്കുന്ന AI-ന്റെ പൂർണ്ണമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത്രയും ചെറിയ ഡ്രോണുകളാണ്. ഈ ഡ്രോണുകൾക്കടിയിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരിക്കുന്നു. അത് സ്ട്രാറ്റജിക് യുദ്ധവിമാനങ്ങളിൽ നേരെ പോയി ഇടിക്കുകയായിരുന്നു എന്നതാണ് ഈ ആക്രമണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം 40-ലധികം യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നാണ് ഇപ്പോൾ ഉക്രൈൻ അവകാശപ്പെടുന്നത്. എന്തായിരുന്നാലും $7 ബില്യണിലധികം നഷ്ടമാണ് ഇപ്പോൾ റഷ്യക്ക് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടി ഉക്രൈൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ കണ്ടെയ്നറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിനകത്താണ് ഈ ഡ്രോണുകൾ സംവിധാനിച്ചിരുന്നത്. ഈ കണ്ടെയ്നറുകൾ ട്രക്കിലാക്കി അത് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിൽ എത്തിക്കുകയും അവിടെ നിന്നാണ് ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഏതായിരുന്നാലും റഷ്യയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. റഷ്യയുമായും ഇപ്പോൾ അമേരിക്ക ശക്തമായ രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രൂപത്തിലുള്ള ആക്രമണം ഒഴിവാക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നത്. പക്ഷേ റഷ്യ അതിനോട് എങ്ങനെ കീഴ്പ്പെടുമെന്ന കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. റഷ്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈലായ സാർമാട്ട് ഉപയോഗിക്കുമോ എന്ന കാര്യം ഇപ്പോൾ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. വളരെ വേഗതയിൽ സഞ്ചരിക്കുന്നതും മാത്രമല്ല വലിയ രൂപത്തിൽ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളതുമായ സാർമാട്ട് മിസൈലുകൾ, ഇതിന് ഏകദേശം 1 സെക്കൻഡിൽ തന്നെ 3 കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ മിസൈലുകൾക്ക് സാധിക്കും. എന്നാൽ ഇതെല്ലാം പ്രയോഗിക്കുമോ എന്ന കാര്യം ഇപ്പോൾ ലോകത്തെ തന്നെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു മിസൈൽ ഉക്രൈനിന്റെ കീവിൽ ആക്രമിക്കുകയാണെങ്കിൽ യുക്രൈന്റെ തലസ്ഥാനം തന്നെ കാണാൻ സാധിക്കുകയില്ല.
അത്രയും മാരകമായിരിക്കും. എന്നാൽ ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് ശക്തമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. പക്ഷേ അത് ഉക്രൈനകത്ത് മാത്രമായിരിക്കില്ല, അതിന്റെ പുറത്തും ഉണ്ടാകുമെന്നാണ്. ഇത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുടിൻ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും ലോകം ഒരു വലിയ ഭീതിയെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. ആണവ ആക്രമണങ്ങളിലേക്ക് നീങ്ങിയാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇതിന് ശക്തമായ ഒരു മറുപടി കൊടുക്കുക എന്നത് റഷ്യയുടെ അഭിമാന പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇതിനോട് റഷ്യ പ്രതികരിക്കുമെന്ന കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല.